കാലി കിടക്കുന്ന ഹോട്ടലുകളിലേക്കാണ് ഈ CRPF-നും BSF-നും അക്കോമഡേഷൻ കൊടുത്തത്. അവിടുത്തെ ഹോട്ടലിൻ്റെ ഉടമസ്ഥർക്ക് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ആശ്വാസമായി. ഗവൺമെൻറ് കൊടുക്കുന്ന വാടകയെങ്കിലും അവർക്ക് കിട്ടുമെന്നായി. അല്ലെങ്കിൽ അവർക്ക് സീറോ ഇൻകമിൽ, ഇപ്പോൾ ഈ പാൻഡമിക്കിൽ നടക്കുന്ന സമയത്തുള്ളതിനേക്കാട്ടിലും കഷ്ടം ഒരു സിറ്റുവേഷനിലായിരുന്നു അന്ന് അവിടുത്തെ ടൂറിസം. അങ്ങനെ ഇഷ്ടം പോലെ അക്കോമഡേഷൻസ് കിട്ടി. പക്ഷേ അവർ പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എയർപോർട്ടിൽ നിന്ന് അവർ ഈ ഹോട്ടലുകളിലേക്ക്, അവരുടെ അക്കോമഡേഷനുള്ള സ്ഥലത്തേക്ക് അവർ വരുന്ന വഴിക്ക് തന്നെ പോലും അവർക്ക് ബുള്ളറ്റുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു. മിലിറ്റൻസ് അവിടുന്ന് ഇവിടുന്നും എല്ലാം ഇവരുടെ വണ്ടികൾ കിട്ടും, ഇവരുടെ ആൾക്കാർ കിട്ടും വെടിവെച്ചിരുന്നു. ഇഷ്ടം പോലെ കല്ലേറുകൾ നടന്നിരുന്നു. ഇവർ അതിനുശേഷം ഇവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അവർ പബ്ലിക് ഭയങ്കരമായിട്ട് 100-200 ആൾക്കാർ ഒരുമിച്ച് നിന്നിരുന്ന് ഇവർക്കിട്ട് കല്ലെറിയുമായിരുന്നു. ആൻറ്റി നക്സൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മിലിറ്റൻസിൽ നിന്ന് ഫ്രഷായിട്ട് ഇവിടെ വന്നിരുന്ന ഈ പാരാമിലിറ്ററി ഫോഴ്സ് അവിടെ ഹവാക്കദൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ ഏറ് വന്ന സമയത്ത് ഫയർ ചെയ്തു. ഏകദേശം 50ഓളം ആൾക്കാരെ അവർ വെടിവെച്ച് കൊന്നു. ആ വെടിവെച്ച് കൊന്നത് ഈ മിലിറ്റൻറ്റ് ഗ്രൂപ്പിന് ഒരു വളമായി. അവരതിനെ പിടിച്ച് വീണ്ടും വയലൻസിലേക്ക് പോയി. അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു പാരാമിലിറ്ററിയുടെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കുറവുകൊണ്ട് സംഭവിച്ചാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ പാരാമിലിറ്ററി അങ്ങനെ വെടിവെക്കത്തില്ല. അവർ സ്വന്തം ആൾക്കാരെ ഒരു പരിധിവരെ കൊല്ലാതെ കീഴടക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇതൊരു ഷാർപ്പ് റിയാക്ഷൻ ആയതുകൊണ്ട് അത് അവർ മുതലെടുത്ത് ഭയങ്കര ഒരു സംഭവമായി മാറി. അവരത് മുതലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു പ്രോമിനൻ്റ് ഫിഗർ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനിൽ മിലിറ്റൻസ് വരും. മിലിറ്റൻസ് വന്നിട്ട് ആ പ്രോമിനൻ്റ് ഫിഗറിനെ വെടിവെച്ച് കൊല്ലും. വെടിവെച്ച് കൊന്നു കഴിയുമ്പോൾ അവിടെ അതിനുള്ള റിയാക്ഷന് വേണ്ടി ചെല്ലുന്ന പോലീസുകാരെ അല്ലെങ്കിൽ പട്ടാളത്തിനെ ഈ പബ്ലിക് എല്ലാം കൂടി തടയും. തടയുന്നത് അവരെന്താ വെച്ചാൽ തടഞ്ഞ് കല്ല് എറിയുകയും ചെയ്യും. എന്നിട്ട് അവരുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് വീണ്ടും ഇവർ ഈ മോബിൽ വെടിവെക്കണം. വെടിവെച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അട്രോസിറ്റീസിൻ്റെ പേരിൽ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മളെ ഇന്ത്യ ഗവൺമെൻറ്റിനെ മോശമാക്കാൻ വേണ്ടിയുള്ള അവരുടെ ഒരു ടാക്ടീസ് ആയിരുന്നു. എന്തായാലും ആ ആദ്യത്തെ സംഭവത്തിന് ശേഷം അത്രയും വലിയ ഇൻസിഡൻസ് ഒന്നും പാരാമിലിറ്ററി അല്ലെങ്കിൽ ആർമി ഉണ്ടാക്കിയില്ല. അങ്ങനെ അണ്ടർഗ്രൗണ്ട് മൂവ്മെൻറ്റ് ആയിരുന്ന ഒരു സംഭവം ഓവർഗ്രൗണ്ട് ആയിട്ട് ഒരു വലിയ മിലിറ്റൻറ്റ് മൂവ്മെൻ്റ് ആയിട്ട് ഉടലെടുത്തു. അത് കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ്റിന് അവസാനം 1990 തോന്നുന്നു AFPSA ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ എവിടെയെങ്കിലും വെടിവെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മോബിന് നേരെ നിറയൊഴിക്കണമെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ വേണം. അതിനുശേഷമേ വെടിവെക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കുറേ നിയമങ്ങളുണ്ട്. AFPSA വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർമിക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സസിന് വിത്തൗട്ട് വാറൻറ്റ് ആളുകളെ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരെ വെടിവെച്ച് കൊല്ലണമെങ്കിൽ കൊല്ലാം. അങ്ങനെയുള്ള അധികാരങ്ങളുള്ള ഒരു ലോ അവിടെ എനാക്ട് ചെയ്തു. അതിനുശേഷം വളരെ എഫക്റ്റീവായിട്ട് ആ ലോ ഉള്ളതുകൊണ്ട് നമുക്ക് അവരുടെ മൂവ്മെൻറ്റ്സ് ഒത്തിരി കൺട്രോൾ ചെയ്യാൻ പറ്റി. അങ്ങനെ 1990 മുതൽ ഏകദേശം 2004 വരെ വളരെയധികം അറ്റാക്കുകളും ഡിഫൻസുകളും എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു. ശ്രീനഗർ എയർപോർട്ട് എന്ന് പറയുന്നത് അവരുടെ ഓൾവേസ് ഒരു ടാർഗറ്റായിരുന്നു. അത് അവരുടെ ടാർഗറ്റാണെന്ന് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് നമുക്ക് ഇൻഫർമേഷൻ തന്നിരുന്നതുകൊണ്ട് ശ്രീനഗർ എയർപോർട്ടിൻ്റെ സെക്യൂരിറ്റി ഭയങ്കര സ്ട്രോങ് ആയിട്ട് എപ്പോഴും വെച്ചിരുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നത് 2001 തോന്നുന്നു ശ്രീനഗർ എയർപോർട്ടിൽ ഈ പറയുന്ന ഫിദായൻ അറ്റാക്ക് ഉണ്ടായി. അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പക്ഷേ ഗേറ്റിൽ വെച്ച് തന്നെ നമ്മളുടെ സേന അല്ലെങ്കിൽ നമ്മളുടെ സെക്യൂരിറ്റി ഫോഴ്സസ് അവരെല്ലാം വെടിവെച്ച് വീഴ്ത്തി. പിന്നെ അതുകൂടാതെ ഈ പറയുന്ന ഹോട്ടലുകളിലെല്ലാമാണ് നമ്മളുടെ പാരാമിലിറ്ററീസ് താമസിച്ചിരുന്നത്. പല ഹോട്ടലുകളിൽ അവരുടെ അറ്റാക്കുകളുണ്ടായി. അപ്പോൾ അവരുടെ മോഡസ് ഓപ്പറാൻഡി 2 തരത്തിലാണ്. ഒന്ന് എന്ന് പറയുന്നത്, നമുക്ക് പാരാമിലിറ്ററി ഫോഴ്സിന് പുറത്തിറങ്ങി ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അവരുടെ പോലീസിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവർക്ക് ടൗണിൽ ജോലി ചെയ്യണം. അവർ പല സ്ഥലത്തും പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ഒന്നുകിൽ അടുത്തുകൂടെ വന്ന് മിലിറ്റൻസ് ഇവരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് സ്നൈപ്പിംഗ് റൈഫിൾസ് ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നിട്ടുണ്ട്.
വളരെയധികം കാഷ്വാലിറ്റീസ് ഓപ്പൺ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ഫോഴ്സസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് നമ്മളുടെ മൂവ്മെൻ്റാണ്. നമ്മളുടെ കോൺവോയിൽ ഒരു വളരെയധികം സെക്യൂരിറ്റി ഫോഴ്സസ് വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ശ്രീനഗർ. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർക്ക് ലീവിൽ അല്ലെങ്കിൽ അവധിയിൽ പോകാനും വരാനും ഈ ഡ്യൂട്ടികൾക്ക് പോകാനും കോൺവോയ് സിസ്റ്റത്തിലാണ് ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ കോൺവോയെ അവർ പലപ്പോഴും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പലപ്പോഴും നമുക്ക് സെക്യൂരിറ്റി ഫോഴ്സസിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയങ്കര റിസ്കി ഒരു സ്ഥലത്ത് ജോലി ചെയ്തെന്ന് ആദ്യ ഭാഗത്ത് വളരെയധികം കാഷ്വാലിറ്റീസ് ഏറ്റുവാങ്ങേണ്ടി വന്ന സെക്യൂരിറ്റി ഫോഴ്സസ് ഇപ്പോൾ ഒരു അപ്പർ ഹാൻഡിൽ എന്ന് തന്നെയാണ് പറയാം. അപ്പർ ഹാൻഡിലിനെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ അവരെ ഡീൽ ചെയ്തിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ 2004 വരെ ഉള്ള ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ അധികം ഫിദായിൻ അറ്റാക്ക് ഉണ്ടായി, മൂവ്മെൻറ്റിൽ അറ്റാക്ക് ഉണ്ടായി, IEDs ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കാർ ബോംബുകൾ, ചെറിയ മാരുതി കാറുകൾ ഇഷ്ടംപോലെ അവർ ബോംബുകളാക്കി മാറ്റി വഴി സൈഡിൽ വെച്ച് റിമോട്ട് കൺട്രോൾ കൊണ്ട് നമ്മളുടെ വണ്ടികൾ പോകുന്ന സമയത്ത് എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർമിയുടെ വണ്ടികൾക്കിട്ട് എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആക്ഷനും റിയാക്ഷനും നടന്നുകൊണ്ടിരുന്നു. പക്ഷേ 2004 ആയപ്പോഴേക്കും അവരുടെ അപ്പർ ഹാൻഡ് ഏകദേശം കുറഞ്ഞു. കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് അവരുടെ ഈ കാർ ബോംബ് സിസ്റ്റം തീരെ കുറഞ്ഞു പോയി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോംബ് ഉണ്ടാക്കുന്ന ഒരു എക്സ്പേർട്ട് ഉണ്ടായിരുന്നു. ഈ കാറിനെ ബോംബായി മാറ്റുന്ന എക്സ്പ്ലോസീവ് വെച്ചിട്ട് ആക്കിയിട്ട് ഇഫിദാൻ അല്ലെങ്കിൽ സൂയിസൈഡ് ബോംബേഴ്സിൻ്റെ ഈ കാർ കൊടുത്തു വിടുകയും അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ഇടിച്ച് കയറി സ്വന്തമായിട്ട് മരിക്കുകയും ബാക്കിയുള്ളവർക്ക് ഡാമേജ് ചെയ്യുകയും ചെയ്യുന്ന ആ കാർ ബോംബ് ഉണ്ടാക്കുന്ന എക്സ്പേർട്ടിനെ ഒരു എൻകൗണ്ടറിൽ പോലീസ് കൊന്നു. ആ എക്സ്പേർട്ട് ആണെന്നുള്ളവരെ പിന്നീട് ഇൻട്രോഗേഷനിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് അറസ്റ്റ് ചെയ്ത ആൾക്കാരിൽ നിന്നാണ് മനസ്സിലായത് സഡൻലി കാർ ബോംബ് സിസ്റ്റം അവിടെ കാശ്മീരിൽ ഇല്ലാതായതിൻ്റെ റീസൺ ഇതിൻ്റെ മെയിൻ ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന ആളെ നിങ്ങളൊരു എൻകൗണ്ടറിൽ കൊന്നു, അതുകൊണ്ടാണെന്ന് അറിഞ്ഞത്. അവരുടെ ഒരു മേജർ അറ്റാക്ക് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ അസംബ്ലിയിലായിരുന്നു. ഇതുപോലെ ഒരു കാർ ഒരു ജീപ്പ് ഹൈജാക്ക് ചെയ്ത് അതിനെ ബോംബാക്കി മാറ്റി അത് ഗേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അത് എക്സ്പ്ലോഡ് ചെയ്തു. അതിനകത്തുനിന്ന് അവരുടെ അറ്റാക്കർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൂയിസൈഡ് ബോംബർ അവിടെ തന്നെ മരിച്ചു. പക്ഷേ അതിന് പുറകിൽ ഫോളോ ചെയ്ത് വന്നിരുന്ന കുറേ മിലിറ്റൻസ് അവർ അസംബ്ലിയിലേക്ക് ഓടിക്കയറുകയും അവർക്ക് തെറ്റുപറ്റി അസംബ്ലി ബിൽഡിങ്ങിൽ കയറാതെ വേറൊരു ബിൽഡിങ്ങിൽ ചെന്ന് കയറുകയും അവിടെ കുറേ പേരെ കൊല്ലുകയും അവസാനം അവരെ BSF വെടിവെച്ചിടുകയും ചെയ്ത് അങ്ങനെ സംഭവങ്ങളെല്ലാം 2000 ഉണ്ടായിട്ടുണ്ട്. 2000 ആണ്ടിൽ അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളെല്ലാം നടന്നിട്ട് ഏകദേശം 2004 ആയപ്പോഴേക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറേ അധികം കുറഞ്ഞു. അതിനുള്ള ഒരു റീസൺ പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള സപ്പോർട്ട് കുറേ അധികം കുറഞ്ഞു ആ സമയത്ത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററെ കാശ്മീരി മിലിറ്റൻസ് അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടി 2-3 തവണ അറ്റംപ്റ്റ് ചെയ്തു. അതുകൊണ്ട് എന്താ വെച്ചാൽ കാശ്മീരിൻ്റെ ഓവേർട്ട്ലി ഉള്ള സപ്പോർട്ട് ഒത്തിരി കുറഞ്ഞു. പക്ഷേ അവരുടെ ISIയും അവരുടെ മിലിറ്റൻറ്റ് ഓർഗനൈസേഷൻസും ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ ആളുകളെയും ഈ പറയുന്ന ആംസ് ആമിനേഷൻസും വളരെയധികം ഇന്ത്യയിലേക്ക് തള്ളി കയറ്റിക്കൊണ്ടിരുന്നു. കാശ്മീർ സൈഡിലുള്ള അല്ലെങ്കിൽ കുപ്വാര സൈഡിലുള്ള ബോർഡർ ആർമി വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ BSF അവർ വളരെ സ്ട്രോങ് ആയിട്ട് പ്രതിരോധിക്കാൻ തുടങ്ങി. അവിടെയുള്ള ഇൻഫിൽട്രേഷൻ വളരെ ബുദ്ധിമുട്ടായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ 2004 ശേഷം കൂടുതൽ ഇൻഫിൽട്രേഷൻ ജമ്മു സെക്ടറിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഞാൻ പങ്കുവയ്ക്കാം. ഞാൻ ശ്രീനഗറിൽ പോസ്റ്റഡ് ആയിരുന്ന സമയത്ത് എൻ്റെ സെക്യൂരിറ്റി എയ്ഡ് എന്ന് പറയുന്നത് അത് പണ്ടത്തെ പാർലേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓർഡർലി എന്ന് പറയും. എൻ്റെ സെക്യൂരിറ്റി എയ്ഡായിട്ട് ജോലി ചെയ്തിരുന്നത് ഒരു കാശ്മീരി അബ്ദുൾ മജീദ് ആയിരുന്നു. അയാൾ പൂഞ്ച് രാജോരി എന്ന് പറയുന്ന ജമ്മു സെക്ടറിലുള്ള ബോർഡറിലുള്ള ഒരു വില്ലേജിലെ താമസക്കാരനാണ്. ഞങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫറായി ഞങ്ങൾ ആദ്യമേ ഛത്തീസ്ഗഡിലും അതിനുശേഷം ഓൺ പ്രൊമോഷൻ ഞാൻ മേഘാലയയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ആളെ തന്നെ ഞാൻ എൻ്റെ സെക്യൂരിറ്റി എയ്ഡായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് മേഘാലയയിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ ജോലി ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇയാൾ എന്നോട് പറഞ്ഞു, സാർ എനിക്ക് 2 മാസത്തേക്ക് ലീവിൽ പോകണം, അവധിക്ക് പോകണം. ഞാൻ അവന് ലീവ് കൊടുത്തു വിട്ടു. 2 മാസത്തിന് ശേഷം അയാൾ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലെ മിലിറ്റൻസിയും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ എങ്ങനെ പോകുന്നു?
അയാൾ പറഞ്ഞു, സർ ഓപ്പൺലി ഇപ്പോൾ സംഗതികളൊന്നും അധികം കാണാനില്ല, പക്ഷേ ഇൻഫിൽട്രേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതെങ്ങനെ നിനക്കറിയാമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അതിനകത്ത് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞത്, ഒരു ദിവസം രാത്രിയിൽ എൻ്റെ വീട്ടിൽ തന്നെ ഒരു 7 മിലിറ്റൻസ് കയറി വന്നു. അവരെല്ലാവരും പാകിസ്ഥാനികളാണ്. അവരുടെ എല്ലാവരുടെയും കയ്യിൽ AK-47 റൈഫിൾസ് ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് എന്നോട് കമാൻഡ് ചെയ്തു, ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടി അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്, ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു. അവരെല്ലാവരും ഇവരുടെ ഒരു റൂമിൽ നിലത്ത് മാറ്റ് വിരിച്ച് കിടന്നുറങ്ങി. എന്നിട്ട് പുള്ളി പറഞ്ഞു, അത്ഭുതം എനിക്ക് തോന്നുന്നത്, ഇവരെല്ലാം ഈ ലോഡഡ് AK-47 ഞങ്ങളുടെ വീടിൻ്റെ തന്നെ ഒരു കോർണറിൽ അത് കുത്തിച്ചാരി വെച്ചിട്ട് വളരെ കൂളായിട്ട് കിടന്നുറങ്ങുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മജീദ് നീ എന്ത് ആളാണ്, അത്രയും അവിടെ വെപ്പൺസ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവന്മാർ ഉറങ്ങുന്ന സമയത്ത് എടുത്തിട്ട് എല്ലാത്തിനും നിനക്ക് വെടിവെച്ച് കൊന്നുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, സാർ ഞാൻ ആ തരത്തിൽ ആലോചിച്ചതാണ്. ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കോൺസിക്വൻസസിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സാധാരണഗതിയിൽ കയറി വരുന്ന സമയത്ത് അവരുടെ പാകിസ്ഥാൻ ഹാൻഡിലേഴ്സിനോ അല്ലെങ്കിൽ ലോക്കൽ ഹാൻഡിലേഴ്സിനോടോ അവർ പറഞ്ഞിട്ടാണ്, ഞങ്ങൾ ഇന്ന വീട്ടിൽ അന്തി ഉറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്ന് കിടക്കുന്നത്. ഞാൻ അവരെ വെടിവെച്ച് കൊന്നെങ്കിൽ ശരിയാണ്, ഞാൻ ജയിച്ചു ആ സമയത്തേക്ക്. അതോടുകൂടി ഞാനും എൻ്റെ കുടുംബവും എലിമിനേറ്റ് ചെയ്യപ്പെടും. കാരണം അവരുടെ ആൾക്കാർ അവിടെ എല്ലാം ഉണ്ട്, അവർ വന്ന് നമ്മളെ ഇല്ലാതാക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടുന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വളരെ സേഫായിട്ടുള്ള സ്ഥലത്ത് ജീവിക്കണം. അത് നടക്കാനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ രാത്രിയിൽ അവരവിടെ കിടന്നുറങ്ങി. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും അവരുടെ തോക്കും എടുത്തുകൊണ്ട് ജംഗിളിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ അവിടെ ഇൻഫിൽട്രേഷൻ അന്നും നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പറയുന്നത്, അവിടെ ജമ്മു സെക്ടറിൽ നിന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് അവിടുന്ന് മാസങ്ങളോളം നടന്നും അല്ലെങ്കിൽ വണ്ടിയിൽ വേറെന്തെങ്കിലും തരത്തിൽ ഹൈഡ് ചെയ്ത് കയറി ശ്രീനഗറിലേക്ക് വരിക എന്നുള്ളതാണ്. ജമ്മുവിൽ അവരുടെ ആക്ഷൻസ് വളരെ കുറവായിരുന്നു. ശ്രീനഗറിൽ വന്നിട്ട് ഫിദായൻ അറ്റാക്കും മറ്റ് അറ്റാക്കുകളും ഒക്കെ ആ സമയത്തും അവർ നടത്തിക്കൊണ്ടിരുന്നു. അതിനകത്ത് ഒരു മേജർ അറ്റാക്ക് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ ഒരു അറ്റാക്കിനെ പറ്റി എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ ഒരു കാർ ബോംബ് അവർ സ്ഥാപിച്ചു. ഒരു ബിസി ടൈമിൽ അതിനെ എക്സ്പ്ലോഡ് ചെയ്തു. അതിനുശേഷം അതിന് ഫോളോ അപ്പ് ആയിട്ട് ഹെൽപ്പിന് വേണ്ടി വന്ന പോലീസും മറ്റാൾക്കാരും അവിടെ ബിസി ആയിരിക്കുന്ന സമയത്ത് വേറൊരു ബോംബ് കൂടെ ഒരു കാർ ബോംബ് കൂടെ പൊട്ടിച്ച് അവർ ഭയങ്കരമായ ഡാമേജ് വരുത്തി. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഇനി ഈ പറയുന്ന പോലെ 2004 മുതൽ ഏകദേശം 2012-13 വരെ ഒരു ലൾ പീരീഡ് എന്ന് പറയാം. കാരണം മിലിറ്റൻസിയുടെ ഇൻറ്റൻസിറ്റി ഒത്തിരി കുറഞ്ഞിരുന്നു. അല്ലെങ്കിൽ അവർ വളരെ താഴ്ന്ന നിലയിൽ കിടക്കുക, കൂടുതൽ അറ്റാക്കുകളൊന്നും ചെയ്യാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അറ്റാക്കുകളുടെ എണ്ണം കുറഞ്ഞപ്പോഴേക്കും പതുക്കെ ടൂറിസം തലപൊക്കി തുടങ്ങി. ആൾക്കാർ, ഇന്ത്യൻ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങി. ഫോറിൻ ടൂറിസ്റ്റുകൾ പിന്നെയും വന്നിട്ടില്ല. ഇന്ത്യയിലെ ടൂറിസ്റ്റുകൾ വന്നു. ചെറുതായിട്ട് ഈ ഷിക്കാരകളും ഹൗസ് ബോട്ടുകളും ഒക്കെ എൻഗേജ്ഡായി. അവിടുത്തെ ഇക്കണോമി കുറച്ചെല്ലാം ഇംപ്രൂവ്മെൻ്റ് ആയി അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ സമയം 2014 സഡൻലി ഒരു ചേഞ്ച് ഉണ്ടായി. ആ സമയത്ത് ഇൻ്റലിജൻസ് ഏജൻസീസിന് അറിവ് കിട്ടി, ഒരു 70ഓളം ലോക്കൽ യൂത്ത്, വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർ മിലിറ്റൻസിയിലേക്ക് ജോയിൻ ചെയ്തു. അവരുടെ എല്ലാം ഡീറ്റെയിൽസ് ഇൻ്റലിജൻസ് ഏജൻസി കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അതിനകത്ത് 2 പേര് ഡോക്ടറേറ്റ് ഉള്ളവരാണ്, 7-8 പേര് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരാണ്. അവരെല്ലാം ഈ മിലിറ്റൻസിയിലേക്ക് ചേർന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയത്.